ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞത് നിങ്ങളോടൊന്ന് പറയാം. ആളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്നെ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നോട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എന്നോട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. സർ, ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ച് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നില്ല. അപ്പോൾ പുള്ളിനെ ഒന്ന് അഡിക്റ്റഡ് ആക്കാൻ, അല്ലെങ്കിൽ പുള്ളി എന്നെ ഒന്ന് കൂടുതലായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും കേസുകൾ ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോന്നാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഞാൻ 21 ദിവസത്തെ ഒരു കറക്റ്റ് പ്രോപ്പർ ഗൈഡൻസ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് ആ കുട്ടിയുടെ മെയിൻ പ്രോബ്ലം, ആ വ്യക്തി കൂടുതലായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഏട്ട എന്ന് വിളിക്കുന്നവരുണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ ചേട്ടാ എന്ന് വിളിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തം പേര് വിളിക്കുന്നവരുണ്ടാവാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഒന്നുകൂടി നിങ്ങൾക്ക് കൂടുതൽ സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ക്യൂട്ട് നെയിം അവരെ വിളിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. എന്താണെങ്കിലും പ്രശ്നമല്ല, ഒരു ക്യൂട്ട് നെയിം നിങ്ങൾ വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അവരോടൊരു ഇഷ്ടം തോന്നും. മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നിങ്ങളോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുള്ളതാണ്. അത് കളിയാക്കുന്ന രീതിയിൽ വിളിക്കരുത്. നിങ്ങൾ അത് സ്ഥിരമാക്കുക. അങ്ങനെ തന്നെ എപ്പോഴും വിളിക്കുക. പബ്ലിക്കലി വിളിക്കാൻ പറ്റാത്ത സമയത്ത് പേര് വിളിക്കുക. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാവുന്നതാണ്. സോ ഹി വിൽ ഫീൽ ഇറ്റ്. ആ ഒരു ലവ് ഫീൽ ചെയ്യും. അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസും മാറ്റം അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ഫിസിക്കൽ ടച്ചൊക്കെ അവരെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കും. ചിലപ്പോൾ ജസ്റ്റ് തലയിലൊന്ന് തലോടി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ കയ്യിലൊന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചേർന്നിരിക്കുന്നതാവാം. ഭയങ്കര റിലാക്സേഷനാണ് ഒരു സ്ത്രീയുടെ സ്പർശനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു മുൻകൈ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. സ്നേഹം കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ടച്ചിന് നിങ്ങൾ കൂടുതൽ ഇനീസിയേഷൻ എടുക്കുക എന്നുള്ളതാണ്. അവരുടെ അടുത്ത് പോയിരിക്കുക, ജസ്റ്റ് അവരുടെ കയ്യിൽ തലോടുക, അല്ലെങ്കിൽ അവരുടെ തല മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണങ്ങൾ പറയുന്നത് മാത്രം. ഇതന്നെ ചെയ്യണം എന്നൊന്നുമില്ല, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അവർക്ക് പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ളത് ഒക്കെ ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന അവർക്ക് ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിനൊന്ന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ അവർ ഇഷ്ടപ്പെടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ പലരും മടിച്ച് അതിന് ഇനീസിയേഷൻ എടുക്കാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനീസിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടുതൽ നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാൻ മറക്കണ്ട. ധൈര്യപൂർവ്വം വിളിക്കുക. ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, അവരെ കോംപ്ലിമെൻ്റ് ചെയ്യുക. അവർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ പ്രവർത്തികൾക്കൊരു കോംപ്ലിമെൻ്റ് കിട്ടുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും. ആ എനർജി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണോ ഇത് വരുന്നത്, ചിലപ്പോൾ നിങ്ങളിൽ നിന്നാവും, ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നാവും, എവിടെ നിന്നാണോ വരുന്നത് അവിടേക്കൊരു അറ്റാച്ച്മെൻറ്റും ഇൻറ്റിമസിയും ഒക്കെ കൂടിപ്പോവും. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കോംപ്ലിമെൻ്റ് ചെയ്യാൻ മറക്കണ്ട. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വലിയ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ആ കാര്യത്തിൽ കോൺഷ്യസ് ആയിട്ട് തന്നെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു നിൽക്കലാണ്. വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സുഹൃത്തുക്കൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ടൈം, ഞാൻ പറയുന്നത് ത്രൂ ഔട്ട് 24 hours ഒക്കെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലാതെ ഇപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ അവരോട് ഫോണിൽ സംസാരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഡയറക്റ്റ് പോയി സ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിൽ നിന്നും വിലക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് പോയി തട്ടി എന്താ പ്രശ്നം എന്ന് ചൊറിഞ്ഞ് വടി കൊടുത്ത് അടി വാങ്ങുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്, കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ പുറത്തു പോകാനാണ് താല്പര്യമെങ്കിൽ അതിനെ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ അലോ ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുകയും അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ അതൊരു കാരണമാവും. നേരെ മറിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ നിങ്ങളോട് ഹെയ്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും പുറത്തു പോയിട്ട് വരികയാണെങ്കിലും എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്മെല്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയുടെ. അപ്പോൾ ഇപ്പോൾ കിച്ചണിൽ എന്തൊക്കെ വർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലേറ്റായിട്ടൊക്കെ കുളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് വന്നിരുന്ന് TV കാണുന്നു അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നു. അതൊക്കെ കഴിഞ്ഞ് അവസാനമാവാം കുളി, അഥവാ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ കുറേ വർക്ക് ഉണ്ടെങ്കിൽ ഉച്ചക്ക് കുളിക്കാം, അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അതിന് പകരം നമ്മളെല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുളിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ വർക്കിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വെറ്റ് വേർക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അല്ലേ, നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല സ്പ്രേകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മുടെ അടുത്ത് നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഗുഡ് സ്മെല്ലുണ്ടാവുന്നത് ഒന്നുകൂടി അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കൂടുതൽ സ്നേഹം കിട്ടാൻ കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രാക്ടിക്കലായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ സർവീസ് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാപ്പി ആണെന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയുണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്. നല്ല ഫാമിലി മാത്രമില്ലെങ്കിൽ അയാൾ തകർന്നൊരവസ്ഥയിൽ തന്നെ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നല്ലൊരു ലവ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു എനർജി ലെവലിൽ എന്തായാലും ഒരു കുറവുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും അത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴത്തെ സജഷൻ എന്നായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.